എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വാട്ടർഫോൾ മോഡലിൻ്റെ ഡീറ്റെയിൽസ് ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം, അധികം ടൈം കളയുന്നില്ല. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റാഡ് മോഡലായിരിക്കും. ഇത് ഞാൻ ഓരോ മോഡലും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർക്ക് ഏതെങ്കിലും മോഡൽസിൽ സ്പെസിഫിക് ആയിട്ട് ഡൗട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. കംപ്ലീറ്റ് എല്ലാ മോഡൽസും ഒരു സിംഗിൾ വീഡിയോയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും റാഡ് മോഡലിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവർക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ എടുത്ത് കണ്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റാഡ് മോഡലിൻ്റെ വീഡിയോസിലോട്ട് കയറാം, ക്ലാസ്സിലോട്ട് കയറാം. റാഡ് മോഡൽ നമുക്ക് ഈ ഇമേജിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, റാഡ് എന്ന് വെച്ചാൽ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. റാപ്പിഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ട പ്രൊജക്ട്സുകളാണ് നമ്മൾ റാഡ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. റാഡിൽ പ്ലാനിങ്ങിന് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല, പകരം ഡെവലപ്മെൻറ്റിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കാം. ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിനായിരിക്കും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അത് നമുക്ക് എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതിൽ റാഡിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ ടൈമിങ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യില്ല, കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. റാപ്പിഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ റാഡിന് വെച്ചാൽ എന്താണ്, കൂടുതൽ ഡെവലപ്മെൻറ്റിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. റിക്വയർമെൻറ്റ്സ് ഒക്കെ അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ നേരിട്ട് ഡെവലപ്മെൻറ്റിലോട്ട് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. കൂടുതൽ പ്ലാനിങ്ങിനൊന്നും ടൈമൊന്നും കൊടുക്കില്ല, പ്ലാനിങ്ങിനൊന്നും അധികം പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊജക്ട്സുകളായിരിക്കും റാഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആയോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ് വരുന്നത്. നമുക്കെന്താണ്, ഇപ്പോൾ അധികം നേരം ഇപ്പോൾ പ്ലാനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് റിവ്യൂക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അധികം നേരം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇതാണ് വേരിയസ് ഫേസസ് ഓഫ് റാഡ് മോഡൽ. റാഡ് മോഡലിൻ്റെ വേരിയസ് ഫേസസ് ആണ്. നമ്മുടെ വാട്ടർഫോൾ മോഡലിലും വേരിയസ് ഫേസസ് ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? റിക്വയർമെൻറ്റ് കളക്ഷൻ, ഡിസൈനിങ്, പിന്നെ എന്തായിരുന്നു, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിങ്, മെയിൻ്റെനൻസ്, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ഫേസസുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് തന്നെയാണ് സെയിം ഇതിൽ വരുന്നത് കൺസെപ്റ്റ്, പക്ഷേ പേരിന് ചെറിയൊരു വ്യത്യാസം വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ നോട്ട് പാഡ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഒരു ഇ കൊമേഴ്സ് പ്രൊജക്റ്റാണ്. ഞാൻ അതൊക്കെ കളഞ്ഞുതരാം, ആദ്യം തൊട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്താക്കും, ഞാൻ ആദ്യം തൊട്ട് പറയാം. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഒരു ഇ കൊമേഴ്സ് പ്രൊജക്ട്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം, ക്ലയൻസിന് ഡെവലപ്പ് ചെയ്യണം. അത് വേണ്ട. ഓക്കെ, ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് ക്ലയൻറ്റിന് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഏതായിരുന്നു? നമ്മുടെ ബിസിനസ് മോഡലാണല്ലേ. ബിസിനസ് മോഡലിംഗ് എന്ത് ചെയ്യും, ഇതിൽ ക്ലയൻസ് എന്താ ചെയ്യുക വെച്ചിട്ട്, ക്ലയൻസിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ആ റിക്വയർമെൻറ്റ്സ് കൊണ്ട് കമ്പനിയുടെ അടുത്ത് വരും. കമ്പനി അത് വെച്ചിട്ട് ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു റഫ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. ക്ലയൻസ് കൊണ്ടുവന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു റഫ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. അത് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഫേസാണ് ഇത് ബിസിനസ് മോഡലിംഗ്. ബിസിനസ് മോഡലിംഗ് നടക്കുന്നത് എന്താണ്, ക്ലയൻസ് റിക്വയർമെൻറ്റ്സ് കമ്പനിക്ക് കൊണ്ട് കൊടുത്തു, കമ്പനി അത് വെച്ചിട്ട് ഒരു റഫ് ഡിസൈൻ പ്രിപ്പയർ ചെയ്തു. ക്ലിയർ ആയോ? അടുത്തത് ഡാറ്റ മോഡലിംഗ്. ഡാറ്റ മോഡലിംഗിൽ എന്താണ് വരുന്നത്, ആ റഫ് ഡിസൈൻ ഉണ്ടല്ലോ, റഫ് ഡിസൈൻ ക്ലയൻസ് എന്താക്കും, ക്ലയൻസിന് കൊടുത്തിട്ട് അവരത് റിവ്യൂ ചെയ്യും. അവരുടെ റിക്വയർമെൻറ്റ്സിന് മാച്ച് ആണോ എന്നുള്ളത് റിവ്യൂ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു റഫ് ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിലൊരു വിഷ് ലിസ്റ്റ് ഉണ്ട്, പിന്നെ ആഡ് ടു കാർട്ട് ഉണ്ട്, പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഈ റഫ് ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലയൻസ് ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ ഈ 3 റിക്വയർമെൻറ്റ്സ് നോക്കും. അപ്പോൾ അവർക്ക് ഈ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് വേണ്ട, ഈ ബാലൻസ് 2 മതി. അപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്തിട്ട് അവരെന്താ കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് മാത്രം അവരവിടെ പറയും. ക്ലിയർ ആയോ? റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് മാത്രം ക്ലയൻസ് പറയും.
അതാണ് ഇതിൽ ഡാറ്റ മോഡലിംഗ് നടക്കുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? പ്രോസസ് സോറി പ്രോസസ് മോഡലിംഗ്. പ്രോസസ് മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലയൻസ് എന്താക്കിയിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള നീഡ് റിക്വയർമെൻറ്റ്സ് മാത്രം പറഞ്ഞിട്ടുണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കും, ഒരു SRS ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. SRS ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. SRS ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം. SRS ഡോക്യുമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇത് SRS ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ SRS ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്താക്കും, അത് വെച്ചിട്ടൊരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, SRS ഡോക്യുമെൻ്റ് വെച്ചിട്ടൊരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഏതിൽ? പ്രോസസ് മോഡലിങ്ങിൽ. പിന്നെ അടുത്തതാണ് എന്ത്, ആപ്ലിക്കേഷൻ ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ജനറേഷൻ ഫേസിലാണ് എന്ത്, നമ്മൾ ഈ ഡിസൈൻ വെച്ചിട്ട് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണത്. ഓക്കെ, ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാണ്, ആപ്ലിക്കേഷൻ ജനറേഷനിൽ. ഓക്കെ, പിന്നെ അടുത്ത ഫേസ് ആണ് ഇത് ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവറിൽ നടക്കുന്നത് എന്താ? നോർമലി നമ്മുടെ ടെസ്റ്റിംഗ്, പിന്നെ എന്തായിരുന്നു ഡീപ്ലോയ്മെന്റ്, പിന്നെ എന്താണ് മെയിൻ്റെനൻസ്. ഇത് തന്നെയാണ് ആ ഫേസിൽ നടക്കുന്നത്. ഇപ്പം ഈ 5 ഫേസ് പറഞ്ഞു, ഇത് സെയിം ആസ് വാട്ടർഫോൾ മോഡലിൻ്റെ ആ ഫേസസുകൾ സെയിം തന്നെയാണ്, പക്ഷേ അതൊരു ഫേസസിൻ്റെ പേരിന് വ്യത്യാസം വന്നു. ഓക്കെ, ഇവിടെ ബിസിനസ് മോഡലിംഗിൽ എന്താണ്, ക്ലയൻസ് റിക്വയർമെൻറ്റ്സ് കൊണ്ടുവന്ന് തരും, അത് വെച്ചിട്ടൊരു റഫ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. പിന്നെ ഡാറ്റ മോഡലിംഗിൽ എന്താ ചെയ്യുന്നത്, ആ റഫ് ഡിസൈൻ വെച്ചിട്ട് ക്ലയൻസ് അതൊക്കെ റിവ്യൂ ചെയ്യും, അവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് മാത്രം അവർ പറഞ്ഞു തരും. പിന്നെ പ്രോസസ് മോഡലിംഗിൽ എന്താണ്, അവരെന്താക്കും, അവരുടെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഒരു SRS ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അപ്ലിക്കേഷൻ ജനറേഷനിലാണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവറിൽ എന്താണ്, ടെസ്റ്റിങ്ങും ഡീപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ 5 ഫേസസ് നമ്മുടെ റാഡ് മോഡലിൽ വേരിയസ് ഫേസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ്? ബിസിനസ് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്, ആപ്ലിക്കേഷൻ ജനറേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ റാഡ് മോഡൽ യൂസ് ചെയ്യണത്? വെൻ ടു യൂസ് റാഡ് മോഡൽ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊജക്ട്സുകളാണെങ്കിൽ നമ്മൾ റാഡ് മോഡൽ യൂസ് ചെയ്യും. ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊജക്ട്സുകളാണെങ്കിൽ നമ്മൾ റാഡ് മോഡൽ യൂസ് ചെയ്യും. പിന്നെന്താണ്, റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ നോൺ ആയിരിക്കണം. റിക്വയർമെൻറ്റ്സ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിലാണ് നമ്മൾ എന്താക്കുക, റാഡ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, പിന്നെന്താ, റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ നോൺ ആയിരിക്കണം. പിന്നെ ടെക്നിക്കൽ റിസ്ക് കുറവായിരിക്കണം. ടെക്നിക്കലി റിസ്ക് കുറവായിട്ടുള്ള പ്രൊജക്ട്സുകളാണ് നമ്മൾ റാഡ് മോഡലിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ഇതിൽ ചെയ്യില്ല. ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സുകളായിരിക്കും നമ്മൾ റാഡ് മോഡലിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 മന്ത്സ് എന്തായിരിക്കണം, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ 3 പോയിന്റാണ് മെയിനായിട്ട് നോക്കേണ്ടത്. എന്താണ്, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊജക്ട്സ് ആയിരിക്കണം, റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ നോൺ ആയിരിക്കണം, ടെക്നിക്കൽ റിസ്ക് ലിമിറ്റഡ് ആയിരിക്കണം. ഇപ്പോഴൊക്കെയാണ് നമ്മൾ എന്താക്കുക, റാഡ് മോഡൽ യൂസ് ചെയ്യുക. ഇനി റാഡ് മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ചസ് ഇതിൽ അഡോപ്റ്റബിൾ ആണ്. നമുക്ക് ഇതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് പറ്റും. നമ്മുടെ വാട്ടർഫോൾ മോഡലിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫേസിൽ നിന്ന് താഴത്തെ ഫേസിലോട്ട് പോയാൽ വീണ്ടും അഗെയിൻ മുകളിലത്തെ ഫേസിലോട്ട് പോകാനായിട്ട് പറ്റില്ല. ചേഞ്ചസ് അവിടെ വരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ റാഡ് മോഡലിൽ ചേഞ്ചസ് എന്താണ്, അഡോപ്റ്റബിൾ ആണ്. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റിലായിരിക്കും ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ക്ലിയർ ആയോ? പിന്നെ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഒരു 2 or 3 മന്ത്സ് ആയിരിക്കും പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് റാഡ് മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ട പ്രൊജക്ട്സ് മാത്രമേ നമ്മൾ റാഡ് മോഡലിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെന്താണ്, ടെക്നിക്കൽ റിസ്ക് കുറവായിരിക്കണം. ഓക്കെ, ഇത് ഹൈ ടെക്നിക്കൽ റിസ്ക് ആണെങ്കിൽ സൂട്ടബിൾ ആവില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ടെക്നിക്കൽ റിസ്ക് കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ 3 തന്നെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ടും വരുന്നത്. ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്, പിന്നെന്താണ്, റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ നോൺ ആയിരിക്കണം. റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ റാഡ് മോഡൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെന്താണ്, ടെക്നിക്കൽ റിസ്ക് ലിമിറ്റഡ് ആയിരിക്കണം, കുറവായിരിക്കണം. ഇതാണ് റാഡ് മോഡലിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
ഓ ഞാൻ പിന്നെ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റാഡ് മോഡലിൽ നമ്മൾ എന്താക്കും, ഓരോരോ ടീമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ഓരോരോ ടീമിന് ഓരോരോ പാർട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ ടീം ബിസിനസ് മോഡലിങ്ങും ഡാറ്റ മോഡലിങ്ങും പ്രോസസ് മോഡലിങ്ങും ആപ്ലിക്കേഷൻ മോഡലിങ്ങും അതൊരു ടീമും, പിന്നെ അത് വീണ്ടും അത് തന്നെ വേറൊരു ടീം, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടീംസ് ആയിട്ടായിരിക്കും നമ്മൾ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നായിട്ട് തന്നെ ഇപ്പോൾ ഓരോരോ ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒന്നിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ടീമായിട്ടായിരിക്കും റാപ്പിഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ പറഞ്ഞു റാപ്പിഡ് ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓവറോൾ ആയിട്ട് ഫസ്റ്റ് തൊട്ട് ഒന്ന് പറയാം. ഓക്കെ, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഡെവലപ്മെന്റിനായിരിക്കും, പ്ലാനിങ്ങിന് അധികം പ്രയോറിറ്റി കൊടുക്കുന്നില്ല. റിക്വയർമെന്റ്സ് ഒക്കെ വെൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലായിരിക്കണം ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയണത്. പിന്നെ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മോഡൽ പറഞ്ഞു, ബിസിനസ് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ്, പ്രോസസ് മോഡലിംഗ്, ആപ്ലിക്കേഷൻ ജനറേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ. അതെന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ വാട്ടർഫോൾ മോഡലിന്റെ അതേ ഫേസസ് തന്നെയാണ് വരുന്നത്. പേരിലൊരു വ്യത്യാസം വന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ബിസിനസ് മോഡലിംഗിൽ എന്താ വരുന്നത് എന്നുള്ളത് എന്താണ്, നമ്മളൊരു ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ച് ഒരു റഫ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും. ഡാറ്റ മോഡലിംഗിൽ എന്താണ്, ആ റഫ് ഡിസൈൻ നോക്കിയിട്ട് ക്ലയൻസിന് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് മാത്രം പറഞ്ഞുതരും. പ്രോസസ് മോഡലിംഗിൽ എന്താണ്, ഒരു SRS ഡോക്യുമെന്റ് അത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ എന്താണ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യും. ആപ്ലിക്കേഷൻ ജനറേഷനിൽ എന്താണ്, ആ ഡിസൈൻ വെച്ചിട്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ടേൺ ഓവർ, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ്, മെയിൻ്റെനൻസ്, ഇതൊക്കെയാണ് വേരിയസ് ഫേസസിൽ വരുന്നത്. പിന്നെ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലുള്ള പ്രൊജക്ട്സ് ആണെങ്കിൽ നമ്മൾ റാഡ് മോഡൽ യൂസ് ചെയ്യാം. റിക്വയർമെൻറ്റ്സ് ഒക്കെ വെൽ നോൺ ആയിരിക്കണം. പിന്നെ എന്താണ്, ടെക്നിക്കൽ റിസ്ക് കുറവായിരിക്കണം. ടെക്നിക്കൽ റിസ്ക് കുറവായിട്ടുള്ളതിൽ മാത്രമായിരിക്കും റാഡ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് റാഡ് മോഡലിലെ ഓവറോൾ വ്യൂ ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.